ഈ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഇഷ്ടം പോലെ കൊറിയൻ സീരീസും ചൈനീസ് സീരീസും എല്ലാം കണ്ട് അവരുടെ ഫുഡ് ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്യണമെന്ന് വല്ലാത്തൊരാഗ്രഹമായിരുന്നു കേട്ടോ. ആ ആഗ്രഹം എന്താ സാധിച്ചത് ഇപ്പോഴാണ്. നമ്മൾ ഇമ്പീരിയൽ കിച്ചണിൽ എത്തിയേക്കാണ് കേട്ടോ. ആദ്യമായിട്ടാണ് കേട്ടോ നമ്മൾ ഇങ്ങനെ തായ് കൊറിയൻ അങ്ങനത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യാൻ പോകണം. അത് കാരണം അത്യാവശ്യം എക്സൈറ്റ്മെൻറ്റും ഉണ്ട്, കുറച്ച് ടെൻഷനും ഉണ്ട്. കാരണം ഇനിയിപ്പോൾ വരുന്ന ഫുഡിൻ്റെ ടേസ്റ്റ് ഇഷ്ടമാവുമെന്നറിയില്ല. അങ്ങനെ കാത്തിരുന്ന് നമ്മുടെ സൂപ്പ് എത്തിയിട്ടോ. സീ ഫുഡ് ലക്സ ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു പ്രൊനൗൺസിയേഷൻ. അതിൻ്റെ ബ്രാക്കറ്റിൽ ഇട്ടിട്ടുണ്ടായിരുന്നു മലേഷ്യൻ സ്പൈസി കോക്കനട്ട് നൂഡിൽ സൂപ്പ്. ഷ്രിംപ് ആൻഡ് ചിക്കൻ അതായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അത്യാവശ്യം കുഴപ്പമില്ല, നല്ല ടേസ്റ്റാണെന്നൊക്കെ അവിടുത്തെ വെയിറ്റർ പറഞ്ഞത് കാരണം ഞങ്ങൾക്ക് പേരറിയാതെ ഞങ്ങളത് ഓർഡർ ചെയ്തു. ആൻഡ് ഇങ്ങനെയാണത് വന്നിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കുറേ ഒരു തിന്നായിട്ടുള്ള നൂലപ്പത്തിൻ്റെയൊക്കെ നൂലില്ലേ, അതുപോലെയുള്ളൊരു നൂഡിൽസ് ആയിരുന്നു കേട്ടോ. പിന്നെ ഒരു നല്ല കോക്കനട്ട് മിൽക്കിൻ്റെ ഫ്ലേവർ നല്ല പോലെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും മുന്നിൽ നിൽക്കുന്നുണ്ടായിരുന്നത് നല്ല ഉണക്കമീൻ്റെ സ്മെല്ലായിരുന്നു. അതെന്താണ് അങ്ങനെയെന്നുള്ളത് മനസ്സിലായില്ല. പക്ഷേ ഈ സൂപ്പ് കണ്ടിട്ട് അല്ലെങ്കിൽ അതിൻ്റെ സ്മെല്ല് ചെയ്തിട്ട് കഴിക്കാൻ പറ്റാണ്ട് അല്ലെങ്കിൽ കഴിക്കാൻ തോന്നാണ്ട് ഞാൻ കുറേ നേരം ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. പിന്നെ പതുക്കെ അത് ടേസ്റ്റ് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോൾ തന്നെ ഇതൊരു നടപടിയാവില്ല എന്ന് മനസ്സിലായി. അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും കൂടിയിട്ട് അത് കഴിക്കാൻ പറ്റില്ല എന്നുള്ളതായി. ഞാൻ ചേട്ടനെ നോക്കിയപ്പോൾ ചേട്ടനും സെയിം അവസ്ഥ, കഴിക്കാനേ പറ്റണില്ല. അയ്യോ, എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല ചേട്ടൻ. ഫുഡിൻ്റെ ടേസ്റ്റ് ഇങ്ങനെയാണ്. തായ് ഫുഡ്സ് ഒരു പച്ച ടേസ്റ്റ് വരുമ്പോൾ പറഞ്ഞത് ക്യാൻസൽ ചെയ്യണം. എന്തായാലും നനഞ്ഞു. അപ്പോൾ പിന്നെ കുളിച്ച് കയറാമെന്നുള്ള അഭിപ്രായത്തിൽ ഞങ്ങൾ സൂപ്പുമായിട്ട് മുന്നോട്ട് പോയെങ്കിലും എനിക്ക് വലിയ കാര്യമായി ഒന്നും നടക്കുന്നുണ്ടായിരുന്നില്ല. ചേട്ടൻ മാക്സിമം ട്രൈ ചെയ്തു കേട്ടോ. കണ്ടോ, ചെമ്മീൻ്റെ തലയൊക്കെ അതുപോലെ തന്നെ അതിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇവരതിൽ ചെമ്മീൻ ഇങ്ങനെ പേസ്റ്റാക്കി ആഡ് ചെയ്തേക്കാണെന്നാണ് പറഞ്ഞത്. അങ്ങനെ നമ്മുടെ അടുത്ത ഐറ്റം വന്നു. അത് നമ്മുടെ ക്രഞ്ചി ചിക്കൻ സാലഡ് വിത്ത് പീനട്ട് ഡ്രസ്സിങ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ ഐറ്റം ഓക്കെ ആയിരുന്നു കേട്ടോ, തരക്കേടുണ്ടായില്ല. ഇതിനകത്ത് ഇങ്ങനെ ക്രഞ്ചി ആയിട്ട് ഒരു പപ്പട് പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. പിന്നെ അതുപോലെ എല്ലാ സാലഡിൽ വരുന്ന ഐറ്റംസും നമ്മുടെ കുക്കുംബർ, പിന്നെ ക്യാപ്സിക്കം, ക്യാരറ്റ്, ഓനിയൻ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. പിന്നെ ചിക്കൻ ഉണ്ടായിരുന്നു. അത്യാവശ്യം സോൾട്ടും സ്പൈസും ഒക്കെ ഉണ്ടായിരുന്നു. ആൻഡ് കുറച്ച് സ്വീറ്റും കൂടിയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ഗുഡ്. ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തു. എന്ന് വെച്ചിട്ട് ഒരു 10/10 ഒന്നുമില്ല, ഒരു 5/10 കൊടുക്കാം, അത്രേ ഉള്ളൂ. അങ്ങനെ പറഞ്ഞിരിക്കെ നമ്മുടെ മെയിൻ കോഴ്സ് എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത് തായ് റെഡ് ചിക്കൻ കറിയാണ്. അതുപോലെ തന്നെ ഒരു ചിക്കൻ ഫ്രൈഡ് റൈസും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ തായ് റെഡ് കറിയുടെ കൂടെ കോംപ്ലിമെൻ്ററി ആയിട്ട് അവരുടെ ഒരു സ്റ്റിക്കി റൈസും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും ഒരുമിച്ചാണ് കഴിക്കേണ്ടതെന്നാണ് നമുക്ക് സെർവ് ചെയ്തിട്ടുള്ള വെയിറ്റർ പറഞ്ഞു കേട്ടോ. ശരിക്കും നാളികേരപ്പാലൊക്കെ അരച്ച് വയ്ക്കുന്നൊരു മീൻ കറി ഇല്ലേ, കാണാൻ ആ ഒരു ലുക്കായിരുന്നു കേട്ടോ. ചിക്കനാ ടേസ്റ്റ് എങ്ങനെയാ? ചേട്ടൻ പറഞ്ഞ പോലെ പ്രത്യേകിച്ച് വികാരമൊന്നും ഇല്ലാത്തൊരു കറിയായിരുന്നു കേട്ടോ അത്. ബേബി ക്യാബേജൊക്കെ പോലെ എന്തൊക്കെയോ ഇട്ടിട്ടുണ്ട് അതിനകത്ത്. പിന്നെ ടൊമാറ്റോൻ്റെ കുറച്ച് കാണാം. ഒരു നാളികേരപ്പാലിൻ്റെ ഒരു ഫ്ലേവറാണ് മുകളിൽ നിൽക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് ഒരു ഉപ്പും പുളി എരിവ് അങ്ങനത്തെ പരിപാടികളൊന്നും അടുത്ത് കൂടെ പോയിട്ടില്ല. ഇതിൻ്റെ കൂടെ കിട്ടിയ കോമ്പിനേഷൻ സ്റ്റിക്കി റൈസാണ് കേട്ടോ. ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന, നമ്മൾ ഈ കൊറിയൻ സീരീസിലും തായ് സീരീസിലൊക്കെ കണ്ടിട്ടുണ്ടല്ലോ, അതൊക്കെ കാണുന്നവരാണെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ കൂടെ അവരത് കഴിക്കുമ്പോഴാണ് ഒരു ടേസ്റ്റ് വരിക എന്നാണ് ഇവിടെ നിന്ന് അവർ പറഞ്ഞത്. പക്ഷെ ഞങ്ങളങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടും പ്രത്യേകിച്ച് അങ്ങനെ വികാരങ്ങളൊന്നും നമുക്ക് തോന്നിയില്ല. പിന്നെ ഇത് ചിക്കൻ ഫ്രൈഡ് റൈസ്. ഇതിന് വേറെ എന്തോ ഒരു വലിയ പേരുണ്ട്, പക്ഷെ ആ പേര് എങ്ങനെയോ എൻ്റെ തലയിൽ നിന്ന് മിസ്സായിട്ടുണ്ട്. പിന്നെ ചെറുതായൊരു പേടിയുള്ള കാരണം ആദ്യം ഒന്ന് സ്മെല്ല് ചെയ്ത് നോക്കിയിട്ടാണ് കേട്ടോ ഞാനത് ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത്. പക്ഷേ നല്ല സ്മെല്ലായിരുന്നു. അതുപോലെ തന്നെ അത്യാവശ്യം നല്ല ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. എഗ്ഗ് ഉണ്ടായിരുന്നു, ചിക്കൻ ഉണ്ടായിരുന്നു, പിന്നെ അതിൽ കുറേ ബേബി കോൺ, മഷ്റൂം, കുറച്ച് വെജിറ്റബിൾസ്, കുറച്ച് ലീഫി വെജിറ്റബിൾസ് എല്ലാം കൂടെ ആയിട്ട് മിക്സായിട്ട് ഒരു കംപ്ലീറ്റ് ഫുഡ് എന്നുള്ള പോലെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ചെറിയൊരു ക്രഞ്ചിനെസ് ഉണ്ട് കേട്ടോ. ചെറുതായി പീനട്ടോ പിന്നെ നമ്മുടെ
കാഷ്യൂലി അതിൻ്റെയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയ ക്രഞ്ചി ഫീലും ഉണ്ട്. മൊത്തത്തിലൊരു ആനച്ചന്തം. എന്തോ പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ടു ആ ഫ്രൈഡ് റൈസ്. നമ്മൾ യൂഷ്വലി ഫ്രൈഡ് റൈസ് എന്ന് പറയുമ്പോൾ എക്സ്പെക്റ്റ് ചെയ്യുന്നൊരു ടേസ്റ്റും അതുപോലെ തന്നെ കഴിച്ചിട്ടുള്ള ഒരു ടേസ്റ്റും അല്ല, ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റ് തന്നെയായിരുന്നു. പിന്നെ അവസാന നിമിഷത്തിൽ നമ്മൾ ഇതുപോലെ ഓർഡർ ചെയ്ത ഐറ്റംസ് എല്ലാം തീർക്കാനുള്ള പരിപാടിയിലായിരുന്നു. അപ്പോൾ നമ്മുടെ തായ് റെഡ് കറിയും സ്റ്റിക്കി റൈസും ഫ്രൈഡ് റൈസും എല്ലാം കൂടെ ഒരു പിടി പിടിച്ചു. പക്ഷെ അതിൻ്റെ ഇടയിലാണ് വീണ്ടും ഞങ്ങളുടെ ശ്രദ്ധ ഒരു കാര്യത്തിലേക്ക് പോയത്. ഈ ചിക്കൻ കറിയിൽ എന്തോ ഒരു പ്രത്യേകതയുണ്ട്. അതിലും അവർ ചെമ്മീൻ അരച്ച് ചേർത്തിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. ചെമ്മീനാണോ വേറെ എന്തെങ്കിലും ഉണക്കമീനാണോ എന്നറിയില്ല. അത് ശരിക്കും ആ ഒരു ഫ്ലേവർ നല്ല രീതിക്ക് ഇങ്ങനെ ആ ഗ്രേവിയിൽ കിട്ടുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻഗ്രീഡിയൻസ് ലിസ്റ്റ് എടുത്ത് നോക്കിയപ്പോൾ അതിനകത്ത് തായ് റെഡ് കറിയിൽ ചിക്കൻ്റെ കൂടെ ഷ്രിമ്പും കൂടി ഉണ്ട്. ഷ്രിമ്പ് എന്തായാലും കാണാനില്ലാത്ത കാരണം അവരത് ഉറപ്പായിട്ടും അരച്ച് ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതൊരു വെറൈറ്റി ടേസ്റ്റ് ആയിരുന്നു. ഞാൻ ലൈഫിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനത്തെ ഒരു ഫ്ലേവറിലുള്ളൊരു സംഭവം കഴിക്കുന്നത്. നമ്മളങ്ങനെ ഡെസേർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. സൂപ്പ് ഭയങ്കര ബോറായിരുന്നു, പക്ഷേ സാലഡ് ഓക്കെ ആയിരുന്നു, കഴിക്കാം. എന്നുവെച്ചാൽ സാലഡ് ഓക്കെ, ഗുഡ് ടേസ്റ്റ് ആയിരുന്നു, ബാഡ് എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ. ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, പക്ഷേ തായ് റെഡ് കറി ഉണ്ടായി, അതൊരു ആവറേജ് എന്ന് പറയാം. പക്ഷെ അതില് കറി ഓക്കെയാണ്, അതിൻ്റെ ഉള്ളിൽ മറ്റേ ഷ്രിമ്പ് അവരിങ്ങനെ പേസ്റ്റ് ആക്കിയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. ആ ഒരു സ്മെല്ലും ഫ്ലേവറും. ആൻഡ് ഫൈനലി ഇതായിരുന്നു നമ്മുടെ ഫേവറേറ്റ് പാർട്ട്. മാംഗോ സ്റ്റിക്കി റൈസാണ് നമ്മൾ ഡെസേർട്ടായി പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ കിഡു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ചെറുതായിട്ടൊരു വിഷ്കട്ടൊക്കെ ഉണ്ടാക്കുന്ന പോലത്തെ രീതിയിൽ സ്റ്റിക്കി ആയിട്ടാണ് അവർ റൈസ് വെച്ചേക്കുന്നത്. അതിന് മുകളിൽ നല്ല ക്രീമി കോക്കനട്ട് മിൽക്ക്, കുറച്ച് സ്വീറ്റ് ആയിട്ടുള്ളത് അത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ നല്ല റൈപ്പായിട്ടുള്ള മാംഗോയും കൂടെ വെച്ചിട്ടുണ്ട്. ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോഴാണ് ശരിക്കുമുള്ള ഫ്ലേവർ വരാം. നല്ല രീതിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആൻഡ് ഇറ്റ് വാസ് അടിപൊളി. മാംഗോ സ്റ്റിക്കി റൈസിനെ പറ്റി പല മിക്സ്ഡ് റിവ്യൂസൊക്കെ കേട്ടിട്ടുള്ള, ആൻഡ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്ന മാംഗോ സ്റ്റിക്കി റൈസ് കിഡു ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ആൻഡ് അത് കഴിഞ്ഞപ്പോൾ എനിക്ക് കുറച്ച് വിഷമമായി, ഇത്രയും കൂടി ഉണ്ടായിരുന്നെങ്കിൽ തോന്നിപ്പോയി. അങ്ങനെ ഫുഡെല്ലാം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് ആയിരുന്നു. ഇറങ്ങിയ സമയത്ത് സ്കൈ കണ്ടപ്പോൾ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ഞാനത് ഷൂട്ട് ചെയ്ത് വെച്ചതാണ്. ആൻഡ് പിന്നെ നമ്മൾ ലുലുവിലൊക്കെ പോയി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് വീട്ടിൽ പോയി. അങ്ങനെ ഒരുപാട് നാളത്തെ തായ് ഫുഡ് ടേസ്റ്റ് ചെയ്യണം എന്നുള്ള ആഗ്രഹം ഇവിടത്തോടുകൂടി അവസാനിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.